കാണാത്ത പ്രത്യാശ. ഒരു ചെറിയ തീരദേശ പട്ടണത്തിൽ മീര എന്ന യുവതി താമസിച്ചിരുന്നു. അവൾ സന്തോഷമുള്ള മനസ്സും അഗാധമായ വിശ്വാസത്തിനും പേരുകേട്ടവളായിരുന്നു. അവൾ ഒരു കുശവക്കാരിയായി ജോലി ചെയ്തു. ദൈവത്തോടുള്ള അവളുടെ സന്തോഷവും നന്ദിയും പ്രതിഫലിക്കുന്ന മനോഹരമായ പാത്രങ്ങൾ അവൾ ഉണ്ടാക്കി. അവളുടെ ചെറിയ കട കടലിനരികിലായിരുന്നു. അവിടെ തിരമാലകളുടെ ശബ്ദം പലപ്പോഴും അവളുടെ സ്തുതിഗീതങ്ങളുമായി കലർന്നിരുന്നു. എന്നാൽ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ദുരന്തം സംഭവിച്ചു. ഒരു ശക്തമായ വെള്ളപ്പൊക്കം പട്ടണത്തിൽ ആഞ്ഞടിച്ചു. അവളുടെ കടയും അവൾ ഉണ്ടാക്കിയ എല്ലാ പാത്രങ്ങളും ഒലിച്ചുപോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ മീര അവളുടെ തകർന്ന കടയുടെ മുന്നിൽ നിന്നു. അവളുടെ ഹൃദയം ഭാരപ്പെട്ടു. അവൾ തകർന്നു പോയിരുന്നു. കണ്ണുനീർ ഒഴുക്കി അവൾ പറഞ്ഞു, കർത്താവേ, ഞാൻ കഠിനാധ്വാനം ചെയ്തു. ഞാൻ അങ്ങയിൽ വിശ്വസിച്ചു. അങ്ങ് ഇതെന്തിന് അനുവദിച്ചു? ദിവസങ്ങളോളം അവൾ തീരത്ത് നിശബ്ദമായി തകർന്നു കിടന്ന തൻ്റെ മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾ നോക്കിയിരുന്നു. അവളുടെ അയൽക്കാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നഷ്ടം വളരെ വലുതായിരുന്നു. അവൾ കണ്ടതെല്ലാം അവളുടെ ജോലി, സൗന്ദര്യം, വരുമാനം ഒക്കെ നഷ്ടമായി. ഒരു വൈകുന്നേരം അസ്തമയ സൂര്യൻ ആകാശത്തിൽ സുവർണ നിറങ്ങളാൽ ചായം പൂശിയപ്പോൾ അവളുടെ പള്ളിയിൽ നിന്നുള്ള ഒരു വൃദ്ധ അവളുടെ അടുത്തേക്ക് വന്നു. അവർ പതിയെ മീരയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, കുഞ്ഞേ, നമ്മളിപ്പോൾ കാണുന്നതെല്ലാം ഒരു നിമിഷത്തേക്കുള്ളത് മാത്രമാണ്. ദൈവം നിന്നിൽ നിത്യമായത്, കൈകളാൽ നിർമ്മിക്കപ്പെടാത്ത ഒന്നിനെ ഒരുക്കുകയാണ്. അന്ന് രാത്രി മീര പ്രാർത്ഥിച്ചപ്പോൾ 2 കൊരിന്ത്യർ 4:18 അവൾ ഓർത്തു. അവളുടെ ജീവിതത്തിന്റെ മൂല്യം അവൾ ഉണ്ടാക്കിയ പാത്രങ്ങളിലല്ല, മറിച്ച് ദൈവം അവളുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിലാണ് മൂല്യമെന്ന് അവൾ മനസ്സിലാക്കി. അവൾ നഷ്ടപ്പെട്ടവയിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാത്തവയിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം, വാഗ്ദാനങ്ങൾ, അവനോടൊപ്പമുള്ള നിത്യതയിലേക്ക് അവൾ കണ്ണുകൾ തിരിച്ചു. ആഴ്ചകൾക്ക് ശേഷം അവൾ വീണ്ടും അവളുടെ കട തുടങ്ങി. ഈ തവണ മൺപാത്രങ്ങൾ മാത്രമല്ല, പ്രത്യാശയും രൂപപ്പെടുത്താൻ തുടങ്ങി. ഓരോ കഷ്ണത്തിലും കാണാത്തത് നിത്യമാണ് എന്ന വാക്യം കൊത്തിവെച്ചിരുന്നു. ആളുകൾ അവളുടെ കലയ്ക്കു വേണ്ടി മാത്രമല്ല, അവളുടെ സാന്നിധ്യത്തിൽ അവർ അനുഭവിച്ച സമാധാനത്തിനു വേണ്ടിയും അടുത്തും ദൂരെ നിന്നും അവളെ സന്ദർശിക്കാൻ തുടങ്ങി. തന്റെ തകർച്ചയിലൂടെ മീര ദൈവത്തിന്റെ കാണാത്ത മഹത്വത്തിന്റെ പാത്രമായി മാറി. പാഠം: നാം കാണുന്നത് വിജയം, ധനം, സൗന്ദര്യം ഒക്കെയും ക്ഷണികമാണ്. എന്നാൽ ദൈവത്തിന്റെ കാണാത്ത വാഗ്ദാനങ്ങൾ, വിശ്വാസം, പ്രത്യാശ, നിത്യജീവൻ, ഇവകളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നഷ്ടത്തിലും നമ്മുടെ ഹൃദയങ്ങൾ ശക്തി കണ്ടെത്തും. നമ്മുടെ ജീവിതത്തിലെ തകർന്ന ഭാഗങ്ങളെ ദൈവം പലപ്പോഴും തൻ്റെ നിത്യമായ ഉദ്ദേശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. 2 കൊരിന്ത്യർ 4:18